അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ കൃപയാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, ഈ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അഭിഷേകം? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, അഭിഷേകം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ കൊച്ചു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിനക്ക് പരിശുദ്ധാത്മാവ്? സുവിശേഷം പ്രസംഗിക്കാനാണ്, സുവിശേഷം ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. പറഞ്ഞു കൊടുത്തേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നീ സുവിശേഷം പ്രസംഗിക്കണം. നീ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് പ്രസംഗിക്കണം? വചനം പറയണം, വചനം ജീവിക്കണം, വചനം പറയണം, വചനം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇങ്ങനെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി വചനം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ വായിച്ചേ, 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 3 കാര്യങ്ങൾ.